ഹലോ ഫ്രണ്ട്സ്, അവർക്ക് മിസ്റ്റർ ഡെവിൽ അനോണിമസ് എന്ന ഒരു ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ദിവസമൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വെബ് ഡിഫൈസ് ചെയ്യാമെന്നതിനെക്കുറിച്ച് പറയാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ആദ്യം നിങ്ങൾ നമ്മുടെ തെർമക്സിൻ്റെ ടെർമിനൽ ഓപ്പൺ ആക്കുക. തെർമക്സിൻ്റെ ടെർമിനൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് APT സ്പേസ് അപ്ഡേറ്റ് സ്പേസ് ആൻഡ് സ്പേസ് APT അപ്ഗ്രേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഏത് കാര്യം ചെയ്താലും ആദ്യമേ ഈ ഒരു കമാൻഡ് കൊടുക്കുക. കാരണം നമ്മുടെ തെർമക്സ് ബേസിക്കലി ആയിട്ട് അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡു യു വാണ്ട് കണ്ടിന്യൂ എന്ന് ചോദിക്കുക. അപ്പോൾ വൈ ക്ലിക്ക് ചെയ്യുക, ശേഷം എൻ്റർ കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വീണ്ടും എടുക്കുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇതൊന്ന് അപ്ഗ്രേഡ് ആയി തീരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അപ്ഡേറ്റ് ആയി തീർന്ന് കഴിയുകയാണെങ്കിൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ PKG ഇൻസ്റ്റാൾ ഗിറ്റ് കൊടുക്കുക. ഗിറ്റ് കൊടുത്ത് നമ്മുടെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ PKG സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് ഗിറ്റ് എന്ന് കൊടുത്തത് ഗിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗിറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ക്ലോൺ ലിങ്ക് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗിറ്റ് ക്ലോണിൻ്റെ ലിങ്ക് കൊണ്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ LS ടൈപ്പ് ചെയ്യുക. LS ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ കയ്യിലുള്ള ടൂൾസൊക്കെ. ശേഷം ചേഞ്ച് ഡയറക്ടറി, അതായത് CD ടൈപ്പ് ചെയ്തതിന് ശേഷം CD സ്പേസ് ഇതാണ് നമ്മുടെ ടൂള് 𝚂𝚂𝚁𝙀 എന്ന് പറഞ്ഞ ടൂള് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ശേഷം വീണ്ടും LS അടിക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ @𝚂𝚂𝚁𝙀 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. chmod സ്പേസ് +X സ്പേസ് * എന്നിട്ട് എൻ്റർ അമർത്തണം. ഞാൻ അത് ചെയ്യാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ ശേഷം ബാഷ് അടിച്ച് ഇങ്ങനെ ഓപ്പൺ ആകുന്ന സമയത്ത് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾ നമ്പർ 10 കൊടുക്കുക. ശേഷം നിങ്ങൾ ആ ഒരു ടൈറ്റിൽ ചോദിക്കുക. അവിടെ നിങ്ങൾക്ക് ആ ഒരു വെബ് ഫേസിൽ എന്താണോ ലിങ്ക് ഷെയർ ആക്കുന്ന സമയത്ത് വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വേണ്ടത് അത് കൊടുക്കുക. ശേഷം ഞാൻ അവിടെ മിസ്റ്റർ ഡെവിൽ അനൗൺസ്മെൻറ്റ് കൊടുത്തു. അതിനുശേഷം ഹാക്ക്ഡ് ബൈ, അവിടെ ഞാൻ മിസ്റ്റർ ഡെവിൽ അനൗൺസ്മെൻറ്റ് കൊടുക്കുകയാണ്. ഹാക്ക്ഡ് ബൈ മിസ്റ്റർ ഡെവിൽ അനോണിമസ് എന്ന നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഒരു പിക്കിൻ്റെ ലിങ്ക് വേണം, ഒരു PNG പിക്കിൻ്റെ. അപ്പോൾ ജസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോമിൽ പോയിട്ട് ഒരു അനോണിമസ് ലോഗോയുടെ PNG പിക്ക് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പിക്ക് നമ്മൾ ഇപ്പോൾ ഏകദേശം നല്ലൊരു പിക്ക് നോക്കി ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ജസ്റ്റ് ഒരു പിക്ക് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം നിങ്ങൾ ആ ഒരു പിക്കിൻ്റെ URL കോപ്പി ചെയ്യുക ഗൈസ്. ഇപ്പോൾ URL കോപ്പി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കണ്ട് ഈ വീഡിയോക്കകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങൾ അതേ കണക്ക് തന്നെ നമ്മുടെ തെർമക്സിലേക്ക് തിരിച്ചു വരിക. തെർമക്സിൽ വന്നതിന് ശേഷം ആ ഒരു കോപ്പി ചെയ്ത ലിങ്ക് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. PNG ആയിരിക്കണം. ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നുണ്ട്, അവിടെ ഒരു മെസ്സേജ് കൊടുക്കുക. ഇപ്പം എന്താ പറയുക, ഞാനിപ്പോൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് അസ് ഫോർ മോർ എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ദിസ് ചാനൽ എന്ന് കൊടുത്തിട്ട് നമുക്ക് ആ BR കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെൻറ്റൻസാണ് ആ BR. സബ്സ്ക്രൈബ് ദിസ് ചാനൽ എന്ന് പറഞ്ഞാൽ മണ്ടലത്തെ സെൻറ്റൻസ്. BR കൊടുത്ത് കഴിഞ്ഞ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ മോർ വീഡിയോസ് അല്ലെങ്കിൽ ഫോർ മോർ, ആ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു സ്ക്രോളിംഗ് സ്ക്രീൻ പോലെ വരുന്നുണ്ട്. അവിടെ എന്താണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വീഡിയോ ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് എന്താണോ കൊടുക്കേണ്ടത്, ആ ഒരു ടൈപ്പ് എന്താണോ അത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനൊരു സംഭവം വരും, ഔട്ട്പുട്ട് എന്നും പറഞ്ഞ്. അതിൽ നിന്നും ആ index.html ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, ആരോ മാർക്ക് വരാതെ. ശേഷം നിങ്ങൾ എൻ്റർ അമർത്തുന്ന സമയത്ത് ഇങ്ങനെ SD കാർഡിലോട്ടോ അല്ലെങ്കിൽ ഇൻ്റർണൽ സ്റ്റോറിലോട്ടോ സേവ് ആവുന്നതായിരിക്കും. ഞാൻ SD കാർഡാണ്. അപ്പോൾ ശേഷം ന്യൂ സെക്ഷൻ കൊടുക്കുക. ശേഷം അവിടെ LS ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ CD സ്പേസ് സ്പ്ലാഷ് SD കാർഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ SD കാർഡിലുള്ള ഫയൽസ് ആക്സസ് ചെയ്യാൻ പറ്റും. ശേഷം LS കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ index.html എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കുക ഗൈസ്. സെക്ഷൻ 2 നിന്നാണ് അത് കോപ്പി ചെയ്യേണ്ടത്. ശേഷം സെക്ഷൻ 1 വന്നിട്ട് വീണ്ടും നമ്മളൊന്ന് LS അടിക്കുക. LS അടിച്ചാൽ നമുക്ക് എന്താണ് കമാൻഡ് ബാഷ് കൊടുത്തു കഴിഞ്ഞ് കൊടുക്കേണ്ടത് അറിയാൻ പറ്റും. LS അടിക്കുക. ശേഷം ബാഷ് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു ടൂളിൻ്റെ പേര് നമ്മളവിടെ അടിച്ചു കൊടുക്കുക. 𝚂𝚂𝚁𝙀 എന്ന ടൂളിൻ്റെ പേര് അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ടൂൾ ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ടൂൾ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പം അടുത്ത കീവേഡ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ 1 കൊടുക്കുകയാണ്. ശേഷം ആ ഒരു index.html അവിടെ പേസ്റ്റ് ചെയ്തു.
അപ്പോൾ ജസ്റ്റ് ഒരു ലിങ്ക് അവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലിങ്ക് നമ്മൾ ആ ഒരു HTML ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക ഗൈസ്. ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ക്രോം ബ്രൗസർ എടുക്കുക. ക്രോം എടുത്തതിന് ശേഷം ക്രോം ഏതെങ്കിലും ബ്രൗസർ എടുത്തതിന് ശേഷം ആ ഒരു ലിങ്ക് അവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ആ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് നമ്മുടെ ആ ഒരു ഹാക്കഡ് ചെയ്തെടുത്തു എന്നുള്ള ഒരു വെബ് ഫേസ് നമുക്കിവിടെ കാണിക്കാൻ സാധിക്കുന്നുണ്ട്. ഹാക്കഡ് ബൈ 𝚂𝚂𝚂𝚂 മെസ്സേജ് എന്നും പറഞ്ഞ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പിക്ക് മാത്രമാണ് അവിടെ ലോഡ് ആവാത്തത്. അപ്പോൾ അത് PNG എടുത്തതിൻ്റെ എന്തൊരു കുഴപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് PNG പിക്ക് നോക്കി എടുക്കുക. ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സ്ക്രോൾ ഡൗൺ പോകുന്നത്. ദിസ് വീഡിയോസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി എന്ന് പറഞ്ഞാൽ ആ സ്ക്രോൾ ഡൗൺ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒട്ടനവധി ഹാക്കിംഗ് വീഡിയോസും കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനി നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്സും കാര്യങ്ങളും എല്ലാം ഓൾറെഡി അപ്ലോഡറാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.